ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയല കൊണ്ട് ഇഡ്ഡലി പാത്രത്തിന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വിഭവം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് ചേർത്തിട്ട് മീൻ നല്ല പോലെ ഒന്ന് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഈ മീൻ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ നമ്മൾ സാധാരണ മീൻ പൊരിക്കൂലേ ആ ഒരു രീതിയിൽ പൊരിച്ചെടുക്കാം. നല്ല പോലെ വേവിച്ചിട്ടോ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മീൻ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കുഴിയുള്ള പാത്രം എടുത്തത്, സോസ് പാൻ ഞാൻ എടുത്തത് ഇതിൽ തന്നെയാണ് നമ്മളിതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ തവയേക്കാളും നല്ലത് ഫ്രൈ പാനോ ഇതുപോലെ സോസ് പാനൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മീൻ പൊരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സവാള അരിഞ്ഞതും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ വളർന്നു വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച മീനില്ലേ അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മീൻ പൊരിക്കുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർത്തല്ലോ. ഇനി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മസാലയുടെ കുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/2 കപ്പ് ചോറും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ കഴിയണം. കണ്ടോ, ഈ ഒരു പരുവത്തിലുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിൻ്റെ കുഴികളിലൊക്കെ എണ്ണ പുരട്ടിയെടുത്തിട്ട് അത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴികളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഓരോ കുഴികളിലും 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കണ്ട കേട്ടോ. ഞാൻ ഒഴിച്ചപ്പോൾ ചിലതൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് ഇടുമ്പോൾ അതാകെ പരന്നു പോവും. അതുകൊണ്ടാണ് കേട്ടോ 1/4 ഭാഗത്തോളം നിറച്ചാൽ മതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുഴികളിൽ മുഴുവനായിട്ട് മാവ് ഒഴിച്ചാൽ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതങ്ങനെ പരന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുഴുവനായിട്ട് മാവ് ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി ആറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആവി ആറ്റി എടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ എണ്ണ എടുത്തിട്ടുള്ളത്. പൊരിക്കാനും ഒന്നും നിൽക്കണ്ട. ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്